ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ വാങ്ങുന്ന പദ്ധതിയിൽ ഒരാഴ്ചക്കിടെ തിരിച്ചെത്തിയത് 2 ലക്ഷത്തോളം കുപ്പികൾ. 5 ലക്ഷത്തിലധികം മദ്യക്കുപ്പികളാണ് വിറ്റത്. പദ്ധതി ഗുണകരമെന്നാണ് ബെവ്കോയുടെ വിലയിരുത്തൽ. വിവരങ്ങളുമായി സുനിഷ യെല്ലൂർ എത്തുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് സുനിഷ യെല്ലൂർ. വിറ്റത് 5 ലക്ഷം കുപ്പിയെങ്കിൽ 2 ലക്ഷത്തിലധികം അല്ലെങ്കിൽ 2 ലക്ഷത്തോടടുത്ത് കുപ്പികൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ തുടക്കം മോശമല്ല എന്ന വിലയിരുത്തലാണോ ഇപ്പോൾ? സുജയ, അത്തരമൊരു വിലയിരുത്തലിൽ തന്നെയാണ് ബെവ്കോ ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും മോശമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായമായി ഉയരുന്നത്. അതായത് സെപ്റ്റംബർ 10-നായിരുന്നു ഈ പദ്ധതി വരുന്നത്. ഇപ്പോൾ ഒക്ടോബർ 10 ആകുമ്പോൾ ആ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയത് അവസാനിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഒരാഴ്ചത്തെ കണക്ക് പ്രകാരം ഈ 5 ലക്ഷത്തോളം കുപ്പികൾ വിറ്റതിൽ ഏറെക്കുറെ 2 ലക്ഷത്തോടടുത്ത് കുപ്പികൾ തിരികെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ 2 ലക്ഷത്തിലധികം കുപ്പികൾ 2 ലക്ഷത്തോടടുത്ത് കുപ്പികൾ എത്തുന്നുണ്ടെങ്കിൽ ഇനി പോകെ പോകെ കുപ്പികൾ എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ബെവ്കോയുടെ ഒരു കണക്കുകൂട്ടലായി വരികയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒക്ടോബർ 10-ന് ഇത് അവസാനിക്കും. അതിനുശേഷം ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകുമെന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ഒരു 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നിരവധി പ്രശ്നങ്ങൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ഈ 3 മാസത്തിന് ശേഷം ഇത് എല്ലാ ഔട്ട്ലെറ്റുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ബെവ്കോ അറിയിക്കുന്നത്. ഇപ്പോൾ 20 ഔട്ട്ലെറ്റുകൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഇനി കൂടുതൽ ഔട്ട്ലെറ്റുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. സുജയ, വിവരങ്ങൾ നൽകിയത് സുനിഷ യെല്ലൂരാണ്. അപ്പോൾ കുപ്പിയുടെ കാര്യത്തിൽ ഈ പദ്ധതി തുടരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വിറ്റ കുപ്പിയിൽ 2 ലക്ഷം കുപ്പി തിരിച്ചു വന്നു എന്നുള്ളതാണ് ഈ കണക്കിന് ആധാരം.